പൊതുമേഖലാ സ്ഥാപനമായ KSITLന്റെ പ്രവർത്തനങ്ങൾക്ക് 24.71 കോടി രൂപ വകയിരുത്തുന്നു. സ്പേസ് പാർക്കിനായി 52.50 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കിന് 100 കോടി രൂപ വകയിരുത്തുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് 90.52 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 20 കോടി രൂപ കൊച്ചിയിലെ ടെക്നോളജി ഇൻവെൻഷൻ സോണിനും 70.52 കോടി രൂപ യുവജന സംരംഭകത്വ വികസന പരിപാടികൾക്കും ആയിരിക്കും. ഗതാഗതവും വാർത്താവിനിമയവും. ഗതാഗത മേഖലയിൽ വികസന പദ്ധതികൾക്കായി 2065.1 കോടി രൂപ വകയിരുത്തുന്നു. മേഖലയുടെ ആകെ ബജറ്റ് വിഹിതം മുൻവർഷത്തേക്കാൾ 88.97 കോടി രൂപ അധികമാണ്. റോഡുകൾക്കും പാലങ്ങൾക്കും 1157.43 കോടി രൂപയും റോഡ് ഗതാഗതത്തിന് 191 കോടി രൂപയും ഉൾനാടൻ ജലഗതാഗത മേഖലയ്ക്ക് 133.02 കോടി രൂപയും ഉണ്ട്. തുറമുഖങ്ങൾക്കും ലൈറ്റ് ഹൗസുകൾക്കും കപ്പൽ ഗതാഗതത്തിനുമായി മുൻവർഷത്തെ 73.272 കോടിയിൽ നിന്നും 93.72 കോടിയായി വർദ്ധിപ്പിക്കുന്നു. മാരിടൈം ബോർഡിന് തുറമുഖ വകുപ്പിനുമായി 82.7 കോടി രൂപ. അഴീക്കൽ, വേപ്പൂർ, കൊല്ലം, വിഴിഞ്ഞം, പൊന്നാനി, ആലപ്പുഴ, കൊടുങ്ങല്ലൂർ, വലിയ തലശ്ശേരി, വലിയതുറ, കണ്ണൂർ, കാസർഗോഡ് എന്നീ നോൺ മേജർ തുറമുഖങ്ങളുടെ വികസനത്തിന് 65 കോടി രൂപ വകയിരുത്തുന്നു. സാഗർമാല പദ്ധതി. കൊല്ലം തുറമുഖത്തെ ഇമിഗ്രേഷൻ ചെക്ക് പോയിൻ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തി 101 മീറ്റർ നീളമുള്ള പാസഞ്ചർ ബർത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. കൊൽക്കത്ത മത്സ്യബന്ധന ബോട്ടുകൾ, ഹൗസ് ബോട്ടുകൾ എന്നിവയുടെ ഷിപ്പ് റിപ്പയറിംഗ് യൂണിറ്റും തുറമുഖത്തൊരു ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കും സാഗർമാലയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. കേരളത്തിലെ തുറമുഖങ്ങളിൽ നിഷ്ക്രിയമായി കിടക്കുന്ന വിലപിടിപ്പുള്ള ആസ്തികൾ, ഭൂമിയും കെട്ടിടവും ഉൾപ്പെടെ സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ നിന്നും കേരളത്തിലേക്ക് യാത്രാക്കപ്പൽ ആരംഭിക്കുന്നതിനുള്ള താൽപ്പര്യപത്രം ക്ഷണിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നു. യാത്രാക്കപ്പലുകളും ക്രൂയിസ് കപ്പലുകളും ഉല്ലാസ നൗകകളും കൂടുതലായി വാണിജ്യാടിസ്ഥാനത്തിൽ വരുന്നതിന് BGF ആയി 10 കോടി രൂപ വകയിരുത്തുന്നു. ബേപ്പൂർ തുറമുഖത്തെ 60 കോടി രൂപ ചെലവ് വരുന്ന ഡ്രഡ്ജിങ്, 90 കോടി രൂപ ചെലവ് വരുന്ന അധിക വാർപ്പിൻ്റെ നിർമ്മാണം, കൊല്ലം തുറമുഖത്തെ 190 കോടി രൂപ ചെലവ് വരുന്ന ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്ക്, 90 കോടി വരുന്ന വാർപ്പിൻ്റെ നിർമ്മാണം, 110.33 കോടി വരുന്ന ഡ്രഡ്ജിങ്, 20 കോടി രൂപ വരുന്ന വലിയതുറ, തലശ്ശേരി കടൽപ്പാലങ്ങളുടെ നവീകരണം, 20.23 കോടി രൂപ ചെലവ് വരുന്ന പൊന്നാനി തുറമുഖത്തെ വാർപ്പിൻ്റെ നിർമ്മാണം എന്നീ പദ്ധതികൾ മുൻഗണനാ ക്രമത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. തുറമുഖ പശ്ചാത്തല വികസനത്തിന് പ്ലാൻ വിഹിതത്തിന് പുറമെ 50 കോടി രൂപ അധികമായി വകയിരുത്തുന്നു. ഈ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ വിവിധ പദ്ധതികൾക്കായിട്ട് 115 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് 115.20 കോടി രൂപയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട്. നോൺ മേജർ തുറമുഖങ്ങൾ വികസിപ്പിക്കുന്നതിനായി സംസ്ഥാന പദ്ധതി വിഹിതമായും കേന്ദ്ര പദ്ധതിയായി സാഗർമാലയിൽ നിന്ന് തുക ലഭ്യമാക്കുന്നതിനും 65 കോടി രൂപ വകയിരുത്തുന്നു. ഇത് നടപ്പ് വർഷത്തെ വിഹിതത്തേക്കാൾ 19.8 കോടി രൂപ അധികമാണ്. തിരുവനന്തപുരത്തെ ഔട്ടർ റിംഗ് റോഡ്, എറണാകുളം ബൈപ്പാസ്, കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് എന്നീ ദേശീയപാതകൾക്ക് മാത്രമായി 2370 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് കേരളം ഏറ്റെടുത്തിട്ടുള്ളത്. കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്കും വ്യാപാര മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പോകുന്ന വയനാട് തുരങ്കപാതയ്ക്കായിട്ട് 2134 കോടി രൂപയാണ് നമ്മൾ സംസ്ഥാനം മാറ്റിവെക്കുന്നത്. സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള 29,522 കിലോമീറ്റർ റോഡിൽ 17,483 കോടി BMC നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. പദ്ധതി പൊതുമരാമത്തിൻ്റെ വിവിധ സംസ്ഥാന പാതകൾ അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽസിലേക്കും പോകുന്നില്ല. പിന്നെ ഇത് എല്ലാ പ്ലാനിനകത്തുള്ള എല്ലാം ഓരോന്നും വായിക്കേണ്ടതില്ലെന്ന് തോന്നുന്നു ഞാൻ. സംസ്ഥാനത്ത് DSR പുതുക്കി നിശ്ചയിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ റേറ്റുകൾ 2018 DSRൽ നിന്നും 2021 ഷെഡ്യൂളിലേക്ക് അടിയന്തരമായിട്ട് പുതുക്കി നിശ്ചയിക്കും എന്നുള്ളത് പിന്നെ ഇവിടെ അറിയിക്കുകയാണ്. ശബരിമല റോഡ് പദ്ധതി കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ 5 നഗരങ്ങളിലെ പ്രധാനപ്പെട്ട പദ്ധതി. അത് കിഫ്ബി സഹായത്തോടെ 48 പദ്ധതികൾക്കായി 5207.43 കോടിയുടെ അനുമതി ലഭ്യമാക്കി ഓരോ ഘട്ടമായി വികസിച്ച് വരികയാണ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വായിക്കുന്നില്ല, വായിച്ചായിട്ട് കണക്കാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.